നമസ്കാരം സുഹൃത്തുക്കളെ, ടെക്നിക്കൽ ടൂൾസ് സർവീസ് ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സർവീസ് ചെയ്യാൻ പോകുന്നത് ബോസ് കമ്പനിയുടെ പുതിയ മോഡലായ GBH220 റോട്ടറി ഹാമർ മെഷീനാണ്. ആദ്യമായി ഇതിന്റെ സെലക്ടർ നോബ് നമ്മൾ അഴിച്ചു മാറ്റാം. സെലക്ടർ നോബ് എങ്ങനെ അഴിച്ചു മാറ്റണമെന്ന് ഈ വീഡിയോ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. സെലക്ടർ നോബിലുള്ള ഈ ചുവന്ന ബട്ടണ് ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് നോബ് വെളിയിലേക്ക് എടുക്കണം. ഇതിനുശേഷം ഗിയർ ബോക്സിലുള്ള 4 സ്ക്രൂ നമ്മൾ അഴിച്ചു മാറ്റണം. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തു നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഇതിനു മുമ്പുള്ള ബോസ് കമ്പനികളുടെ മെഷീനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ മോഡൽ മെഷീൻ വില കുറവാണ്. ഇതിന്റെ സ്പെയർസും വില കുറവാണ്. മെഷീനും സൂപ്പർ ആണ്. സ്ക്രൂ എല്ലാം അഴിച്ചു മാറ്റി കഴിഞ്ഞതിനു ശേഷം ഗിയർ ബോക്സ് മേലെയും താഴെയും ഇളക്കി വെളിയിലേക്ക് എടുക്കുക. ഈ മെഷീൻ നമ്മളുടെ കയ്യിൽ. സർവീസിന് വരുമ്പോൾ കസ്റ്റമർ പറഞ്ഞത് എന്താണെന്നാൽ ഈ മെഷീനിൽ സ്ട്രോ അത്ര പോരാ, പിന്നെ മെഷീനും ചൂടാകുന്നു. മെഷീൻ ചൂടാക്കുകയാണെങ്കിൽ നമ്മൾ ആർമേച്ചറും ഫീൽഡ് കൈലും ചെക്ക് ചെയ്യണം. ആർമേച്ചർ വെളിയിലേക്ക് എടുക്കുന്നതിന് മുമ്പായി ബ്രഷ് കവർ ഓപ്പൺ ചെയ്തു കാർബൺ ബ്രഷ് വെളിയിലേക്ക് എടുക്കണം. ബ്രഷ് കവർ ഓപ്പൺ ചെയ്യാൻ കട്ടിംഗ് പ്ലെയറോ നോസ് പ്ലെയറോ ഉപയോഗിക്കുന്നതാണ് നല്ലത്. മറുവശത്തും ഇതേപോലെ ബ്രഷ് കവറും കാർബൺ ബ്രഷും റിമൂവ് ചെയ്യണം. ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ബ്രഷ് ഹോൾഡറിലുള്ള സ്പ്രിങ്ങിന് മേലേക്ക് ഉയർത്തി കാർബൺ ബ്രഷിനെ വെളിയിലേക്ക് എടുക്കണം. വളരെ സാവധാനത്തിൽ ആയിരിക്കണം ഇത് ചെയ്യേണ്ടത്. കാർബൺ അത്രയൊന്നും തീർന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഇതേ കാർബൺ ബ്രഷ് യൂസ് ചെയ്യാം. മറുവശത്തും ഇതേപോലെ കാർബൺ ബ്രഷ് അഴിച്ചു മാറ്റണം. ഇപ്പോൾ ഹൗസിംഗിലുള്ള 5 സ്ക്രൂ അഴിച്ചു മാറ്റണം. ഇപ്പോൾ ഹൗസിംഗ് കവർ മേലോട്ട് തുറന്നേക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ബ്രഷ് ഹോൾഡറിൽ 3 വെള്ള കളർ വയർ കാണാം. ഇതിൽ 2 വയർ കോയിലിലേക്കും നടുവിലുള്ള വെള്ള വയർ ബ്രഷ് ഹോൾഡറിലേക്കും കണക്ട് ആയിരിക്കും. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തു നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യണമേ. ബ്രഷ് ഹോൾഡറിന് മുകളിലുള്ള 2 വയർ മാത്രം നമ്മൾ അഴിച്ചു മാറ്റണം. നടുവിലുള്ള വയർ അഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ബ്രഷ് ഹോൾഡറിലുള്ള 4 സ്ക്രൂവിനെയും അഴിച്ചു മാറ്റണം.
ബ്രഷ് ഹോൾഡർ സാവധാനത്തിൽ പുറത്തേക്കെടുക്കുക. ഫീൽഡ് കായലിന് പുറത്തേക്കെടുത്ത് അതിൽ നിന്ന് ആർമേച്ചറിനെ വെളിയിലേക്ക് എടുക്കുക. ഈ ആർമേച്ചർ ഷാഫ്റ്റ് ആണ്, നിങ്ങൾക്ക് വീഡിയോയിൽ അത് കാണാൻ സാധിക്കും. ബോസ് കമ്പനിയുടെ ഈ ആർമേച്ചർ ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കാം. മെഷീനിൽ ആർമേച്ചർ മാറ്റുമ്പോൾ പുതിയ ബെയറിംഗ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, കമ്പനി തന്നെ ആർമേച്ചറിനോടൊപ്പം ഇത് ലഭ്യമാക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ആർമേച്ചറിനെ ഫീൽഡ് കായലിനുള്ളിലേക്ക് കടത്തി ഹൗസിംഗിൽ ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ ബ്രഷ് ഹോൾഡറിന് വീഡിയോയിൽ കാണുന്ന വിധത്തിൽ ഫിറ്റ് ചെയ്യുക. സ്ക്രൂവിന് ബ്രഷ് ഹോൾഡറിൽ ഫിക്സ് ചെയ്ത് നന്നായി ടൈറ്റ് ചെയ്യുക. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഈ മെഷീൻ ഈസിയായി സർവീസ് ചെയ്യാം, അത് ഉറപ്പാണ്. ഹോൾഡറിൽ സ്ക്രൂ നന്നായി ടൈറ്റ് ചെയ്തതിനു ശേഷം അഴിച്ചുമാറ്റിയ 2 വയറും ഫീൽഡിലേക്ക് ഫിറ്റ് ചെയ്യുക. വയർ കണക്ഷൻ പൂർത്തിയായതിനു ശേഷം ഹൗസിംഗ് കവർ ഫിറ്റ് ചെയ്യുക. ബോസ് കമ്പനിയുടെ ഈ ലേറ്റസ്റ്റ് മെഷീനിൽ സർവീസ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഹൗസിംഗിന്റെ എല്ലാ സ്ക്രൂവും നന്നായി ടൈറ്റ് ചെയ്യുക. ഈ ചാനലിൽ 80ഓളം സർവീസ് വീഡിയോ ലഭ്യമാണെങ്കിലും മലയാളത്തിൽ ഇത് ആദ്യത്തെ വീഡിയോ ആണ്. ഈ മിഷൻ ഉപയോഗിക്കുന്ന സുഹൃത്തുക്കൾക്കും പവർ ടൂൾസ് സർവീസ് ചെയ്യുന്ന സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഉപയോഗകരമായിരിക്കും. ആർമേച്ചറിനെ സാവധാനത്തിൽ ചുറ്റി നോക്കി ഫിറ്റിംഗ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ബ്രഷ് ഹോൾഡറിലുള്ള സ്പ്രിങ്ങിന് സാവധാനത്തിൽ മേലോട്ട് ഉയർത്തി കാർബൺ ബ്രഷ് ഷീന അതിലേക്ക് ഫിറ്റ് ചെയ്യാം. കാർബൺ ബ്രഷ് പിന്നെ ഹോൾഡറിലുള്ള പിന്നുമായി കണക്ട് ചെയ്യുക.
കാർബൺ ബ്രഷിന്റെ ഫിറ്റിംഗിനു ശേഷം ബ്രഷ് കവറിനെ ക്ലോസ് ചെയ്യുക. സ്ക്രൂ നന്നായി ടൈറ്റ് ചെയ്യുക. മറുവശത്തും കാർബൺ ബ്രഷിനെ ബ്രഷ് ഹോൾഡറിലേക്ക് ഇട്ട് ബ്രഷ് ക്യാപ്പ് ക്ലോസ് ചെയ്ത് സ്ക്രൂവിന് ടൈറ്റ് ചെയ്യുക. മോട്ടോർ സെക്ഷനിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞ് ഇനി നമ്മൾ നോക്കേണ്ടത് ഗിയർ ബോക്സ് ആണ്. മെഷീനിന്റെ സ്ട്രോക്ക് പോരാ എന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. ഇതു കാരണം നമ്മൾ ഗിയർ ബോക്സിൽ ഉള്ള ഓ റിംഗ് മാറ്റിയാൽ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാം. സ്ക്രൂഡ്രൈവറിന്റെ സഹായത്തോടെ ഗിയർ ബോക്സിന്റെ ഇന്നർ അസംബ്ലിയെ സാവധാനത്തിൽ വെളിയെ എടുക്കുക. ഒരു നോസ് പ്ലെയർ എടുത്ത് പിസ്റ്റണിലുള്ള സ്ട്രൈക്കറിനെ വെളിയിലേക്ക് എടുത്ത് അതിലുള്ള പഴയ ഓറിംഗിന് പ്രീ സെറ്റ് അലൈനർ ഉപയോഗിച്ച് അഴിച്ചു മാറ്റുക. കൈയിൽ കുത്താനുള്ള സാധ്യതയുള്ളതുകൊണ്ട് വളരെ സൂക്ഷിച്ച സാവധാനത്തിൽ ഈ കാര്യം ചെയ്യുക. പുതിയ ഓറിംഗ് റീപ്ലേസ് ചെയ്യുമ്പോൾ ഒറിജിനൽ മാത്രമേ ഉപയോഗിക്കാവൂ. ഓറിംഗിൽ ചെറുതായി ഗ്രീസ് അപ്ലൈ ചെയ്ത് പിസ്റ്റണിനുള്ളിൽ കുറച്ച് ഗ്രീസ് ഇട്ടുകൊടുക്കുക. സ്ട്രൈക്കറിലും കുറച്ച് ഗ്രീസ് അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഈ ഇന്നർ മെക്കാനിസത്തിനെ ഗിയർ ബോക്സിലേക്ക് ഫിക്സ് ചെയ്യുക. കുറച്ചു ഗ്രീസ് ആർമേച്ചറിന്റെ പല്ലിലും തേക്കുക. ഇപ്പോൾ നമ്മൾ ഈ മെഷീനിന്റെ ഗിയർ ബോക്സിനെയും മോട്ടോർ ഹൗസിംഗിനെയും ജോയിൻ ചെയ്യാം. നാല് മെയിൻ സ്ക്രൂവിന് ഗിയർ ബോക്സിലേക്ക് ഇട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവു ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. മെഷീനിന്റെ മേലുള്ള അഴുക്കുകളെ തുണി ഉപയോഗിച്ച് നന്നായി വൃത്തിയാക്കുക. ഗിയർ ബോക്സിലുള്ള 4 സ്ക്രൂവും നന്നായി ടൈറ്റ് ചെയ്തിരിക്കണം. ഇപ്പോൾ നമ്മൾ സെലക്ടർ നോബിനെ ഗിയർ ബോക്സിലേക്ക് ഫിക്സ് ചെയ്യണം. സെലക്ടർ നോബിൽ താഴെ കാണുന്ന ചുവപ്പ് കളറിലുള്ള ബട്ടണ് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത്
ക്രോസ് പൊസിഷനിൽ നന്നായി പ്രസ് ചെയ്യുക. അതിനുശേഷം നോബിനെ ചുറ്റുകയാണെങ്കിൽ അത് സെലക്ട് ആകും. ഇപ്പോൾ മെഷീനിലേക്ക് സപ്ലൈ കൊടുത്ത് നമ്മൾ ചെക്ക് ചെയ്യാം. മെഷീൻ പെർഫെക്റ്റ് ആയി റൺ ആകുന്നുണ്ട്. ഇപ്പോൾ മെഷീനിലേക്ക് സപ്ലൈ കൊടുത്ത് നമ്മൾ ചെക്ക് ചെയ്യാം. മെഷീൻ പെർഫെക്റ്റ് ആയി റൺ ആകുന്നുണ്ട്. ഒരു ഡ്രിൽ ബിറ്റ് ഉപയോഗിച്ച് മെഷീൻ നന്നായി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മരക്കട്ടയിൽ ഒട്ട ഇട്ട് ചെക്ക് ചെയ്യാം. മെഷീൻ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. മറ്റുമൊരു സർവീസ് വീഡിയോവുമായി പിന്നീട് കാണാം.